അതാണ് നീ ഇപ്പൊ ഇടക്കിടക്ക് എന്തെങ്കിലും ഇച്ചിരി കഴിക്കും, അല്ലാതെ എപ്പോഴും ഇങ്ങനെ കഴിക്കാതെ നല്ല ചൂട്. ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മൂസ് അപ്പൂസ് ഒഫീഷ്യൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മളിപ്പോൾ പ്രഗ്നൻസിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല, കാരണം ഇപ്പം അതുപോലെ തന്നെ എനിക്ക് ക്ഷീണമായിരിക്കും എല്ലാ ദിവസവും. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും വരാത്തത് കൂടുതലായിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ രാവിലെ നമ്മളിപ്പോൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും താമസിക്കാറുണ്ട്, കാരണം ഉറക്കമില്ല രാത്രി. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 12 മണി, 12:30, 1 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോഴേക്കും. അപ്പോൾ രാവിലെ എണീക്കുന്നത് ഒരു 7 മണിക്കാണ്. 7 മണിക്ക് എണീറ്റ് ആദ്യം എണീറ്റ ഉടനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കാറ്. അപ്പം ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കും. ഫുഡിന് മുന്നേ അരമണിക്കൂർ മുന്നേ നമ്മൾ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കണം. അപ്പം ഗ്യാസിൻ്റെ മരുന്ന് ഉണ്ട്, അപ്പോൾ അതാണ് കഴിക്കുക. അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ട് ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കഴിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 7:30 ആകുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച ഉണക്കമുന്തിരിയാണിത്. അപ്പോൾ അതും ആ വെള്ളവും കൂടെ നമ്മൾ കഴുകി തിരുമ്മിയാണ് നമ്മൾ തലേന്നിട്ട് വെക്കാറ്. അപ്പോൾ അതും ആ വെള്ളം കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ഒരു താറാമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല കേട്ടോ, ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞൊരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അതിൽ മുട്ടക്കറിയും പുട്ടുമായിരുന്നു. പ്ലേറ്റ് അപ്പുകൂട്ടം കഴിച്ച പ്ലേറ്റിൽ തന്നെ കേട്ടോ ഞാൻ കഴിച്ചേ. അപ്പോൾ ഒരു പ്ലേറ്റ് കഴിക്കാൻ മതിയല്ലോ. പിന്നെ ഒരു 11:15 ആയപ്പോഴത്തേക്കും ഞാൻ നേരെ കുളിച്ച് റെഡിയായി വന്നു. എന്നിട്ട് ഒരു കരിക്കുണ്ടായിരുന്നു, അപ്പം കരിക്കിൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കരിക്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആ കരിക്ക് ഒരു ഗ്ലാസ് കരിക്ക് വെള്ളം കുടിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ലഞ്ച് ടൈം ആയി. അപ്പോഴത്തേ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചോറും കറിയും കേട്ടോ. ഇതിൽ ഗസ്സി, വൽവല്, തോയെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ കൊങ്ങിണികളുടെ ഇതിൽ പറയാം. അപ്പോൾ അത് നല്ല ഊണങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ 2:30 ആയപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അമ്മ സംഭാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കിയൊരു സംഭാരം കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഗ്ലാസ് കഴിച്ചു. ഇതെന്താ ഇത്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവില്ല പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ. വെള്ളരിക്ക പഴുത്തതില്ലേ, അത് കലക്കിയതാണ്. ഈ ചൂടിന് നല്ലതാണ്. നീ ഇപ്പൊ ഇടക്കിടക്ക് എന്തെങ്കിലും ഇച്ചിരി കഴിക്കും, അല്ലാതെ എപ്പോഴും ഇങ്ങനെ കഴിക്കാതെ നല്ല ചൂടിന് നല്ല ഇച്ചിരി കഴിച്ചു നോക്കി. അമ്മ ഇങ്ങനെയാ കേട്ടോ, ഇടക്കിടക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതേ പൊട്ടുവെള്ളരി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയണേന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞ് ഒരു 4 മണി ആയപ്പോഴത്തേക്കും കുറച്ച് നട്ട്സ് എടുത്തു. ബദാം, പിസ്ത, കശുവണ്ടി, അങ്ങനെ കുറച്ച് നട്ട്സ് ഒക്കെ കഴിച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5:30 ആയപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരിയുടെ ജ്യൂസും കൂടെ കുടിച്ചിട്ടോ. നല്ലതാണ് ഈ ചൂട് സമയത്ത്. ഈ മോര്, പൊട്ടുവെള്ളരിയൊക്കെ നമുക്ക് നല്ലൊരു ശരീരത്തിന് നല്ലത് തണുപ്പ് തരും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് രാത്രി 9 മണി ആയപ്പോഴത്തേക്കും ഡിന്നർ എടുത്തുട്ടോ. ദോശയും ചമ്മന്തി അച്ചാറും ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഫുഡ്. അപ്പോൾ ഇതാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പം സമയം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 11 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴാണ് കിടക്കാൻ വന്നത്. ഇപ്പം കിടന്നാലും ഉറങ്ങുന്നത് ഒരു 12:30, 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. ഗുഡ് നൈറ്റ്.